നിലമ്പൂരിലെ നിലവിലെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം വീണ്ടും ചർച്ചയാവുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോസിറ്റീവായ പ്രതികരണം ലഭിക്കാത്തത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ UDF ഒപ്പം കൂട്ടിയതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടപ്പോൾ രാഷ്ട്രീയം പറയാതെ LDF പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്നായിരുന്നു VD സതീശന്റെ മറുപടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ വീണ്ടും സജീവമായി. നിലമ്പൂരിൽ UDFന് അങ്കലാപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ UDFന് കിട്ടുന്ന പ്രതികരണം പോസിറ്റീവല്ല. അതുകൊണ്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയതെന്നും പിണറായി. കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്നത് ലീഗ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ. ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എത്രമാത്രം ഗതികേടിലാണ് UDF എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ജമാഅത്തെ വിഷയത്തിൽ ഒരു പടി കൂടി കടന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. UDFന് രാഷ്ട്രീയം നഷ്ടപ്പെട്ട് ആയുധമില്ലാത്ത അടരാടുന്ന നിലയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും MV ഗോവിന്ദന്റെ വിമർശനം. പ്രിയങ്ക ഗാന്ധി ഇതിന് മറുപടി പറയാൻ സാധ്യതയില്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് VD സതീശൻ പറഞ്ഞത് ഗോവിന്ദന് മറുപടി ഞാൻ തന്നെ പറയുന്നതാണ്. പക്ഷേ ഇതേ ഒരു മറുപടിയില്ല. അയാൾ എന്നെപ്പറ്റി പറയുന്നത് ഏറ്റവും വിഡ്ഢിത്തം പറയുന്ന ഒരാളാണ് ഞാൻ. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്തും പറയാം, യാതൊരു മടിയുമില്ല. എന്നാൽ വർഗീയത പറഞ്ഞു ജയിക്കാനുള്ള ശ്രമമാണ് CPIM നടത്തുന്നതെന്ന് VD സതീശൻ തിരിച്ചടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ തോളിൽ കൊണ്ടു നടന്ന ആളാണ് പിണറായി വിജയനെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്. അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിലുള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ്. വന്യമൃഗശല്യം തടയാൻ എന്തു ചെയ്തു? ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മറികടക്കാൻ എന്തു ചെയ്തു? ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പരാതി ഉന്നയിക്കാത്തത് എന്താണ്? ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ അപമാനിക്കുന്നത് എന്തുകൊണ്ടെന്നതടക്കം 7 ചോദ്യങ്ങളും VD സതീശൻ ഇന്ന് ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് തീരുമുമ്പ് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട 7 പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ 7 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം. നിലമ്പൂരിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയവും വികസനവും പറയുന്നില്ലെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെ പറ്റി പറയുന്നില്ല, സർക്കാർ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുന്നില്ല, സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും പറയുന്നില്ല. മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ, തൃണമൂൽ കോൺഗ്രസ് MPയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായിരുന്ന യൂസഫ് പത്താൻ എന്നിവർ ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിനുണ്ട്. ടീം ന്യൂസ് മലയാളം, മലപ്പുറം.